कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। കഴിഞ്ഞ ദിവസം നമ്മള് 65-ാമത്തെ ശ്ലോകം വരെയാണ് വ്യാഖ്യാനിച്ചത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 1-ാം സർഗത്തിൽ 65-ാമത്തെ ശ്ലോകം ആണ് വ്യാഖ്യാനിച്ചത്. 1-ാം സർഗത്തിൽ 100 ശ്ലോകങ്ങളുണ്ട്, അതിൽ 65 ആയിരിക്കും. അപ്പൊ അതില് പറഞ്ഞുകൊണ്ടിരുന്നത് രാമൻ സുഗ്രീവന് വിശ്വാസം വരുത്താൻ വേണ്ടി ദുന്ദുഭിയുടെ ആ ശരീരം, ആ അസ്ഥി കൂടം, പർവ്വതാകാരമായി കിടക്കുന്ന ആ അസ്ഥികൂടം കാലിന്റെ പെരുവിരൽ കൊണ്ട് ചുഴറ്റി എറിഞ്ഞു എന്നുള്ളത് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഉത്മയിത്വാ ച മഹാബാഹുഹു പ്രേക്ഷ്യ ച അസ്ഥി മഹാബലഃ പാദാങ്കുഷ്ഠേന ചിക്ഷേപ സമ്പൂർണ്ണം ദശയോജനം. 10 യോജന ദൂരത്തേക്കാണ് അത്രയും ഭീമാകാരമായ ആ കങ്കാളം, ആ അസ്ഥി പഞ്ചരം എടുത്ത് എറിഞ്ഞത് രാമൻ. ഏത്? കാലിന്റെ പെരുവിരലിൽ കൊണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു? അപ്പോൾ സുഗ്രീവന് വിശ്വാസം വരണം. എന്ത് വിശ്വാസമാണ് വരേണ്ടത്? ബാലിയെ നിഗ്രഹിക്കാൻ തക്ക ബലം ശ്രീരാമചന്ദ്രനുണ്ട് എന്നാണ് ബോധ്യം വരേണ്ടത്. കാരണം ബാലി വളരെ പ്രശസ്തനായിട്ടുള്ള ബലവാനാണ് ബാലി. അങ്ങനെയുള്ള ബാലിയെ നിഗ്രഹിക്കണമെങ്കിൽ അതിബലവാന് മാത്രമേ സാധിക്കുള്ളൂ. അത്രയ്ക്കുള്ള ബലം ശ്രീരാമനുണ്ടോ എന്ന് സുഗ്രീവന് സംശയമായിരുന്നു. അതുകൊണ്ടാണ് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ സുഗ്രീവൻ തന്നെയാണ് ഇത് കാട്ടിക്കൊടുത്തത്. ഈ മായാവിയുടെ ആ ശരീരം കാട്ടിക്കൊടുത്തത് സുഗ്രീവൻ തന്നെയാണ്. അപ്പൊ അതിനെ എടുത്തെറിയാൻ കഴിവുണ്ടെങ്കിൽ രാമന് ബാലിയെ ജയിക്കാനുള്ള കഴിവുണ്ട് എന്ന് സുഗ്രീവൻ വിശ്വസിക്കും. ഇനി 66-ാമത്തെ ശ്ലോകം. ബിഭേദ ച പുനഃസ്ഥാലാൻ സപ്തൈകേന മഹേഷുണ ഗിരിം രസാതലം ചൈവ ജനയൻ പ്രത്യയം തദാ. ബിഭേദ ച പുനഃ താലാൻ. പുനഃ താലാൻ ബിഭേദ. വീണ്ടും. പുനഃ വീണ്ടും. താലാൻ ബിഭേദ. താലാൻ താലങ്ങളെ, താലവൃക്ഷങ്ങളെ ഭേദിച്ചു. താലവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാല് അത് പനമരങ്ങൾ, പനയാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാം. കാരണം താലെന്ന് പറയുമ്പോൾ ആ വൃക്ഷത്തിന്റെ പതിപ്പാണ് പറയുന്നത്, ഒരു ടൈപ്പ് വൃക്ഷം. അതായത് തെങ്ങ്, അതുപോലെ പന, ഇതൊക്കെ അതുപോലെയുള്ള വൃക്ഷങ്ങളാണ്. ശാഖകളൊന്നുമില്ലാതെ പോകുന്ന ഒരു വൃക്ഷം, അതാണ് താലവൃക്ഷം എന്ന് പറയുന്നത്. ചില വൃക്ഷങ്ങളെ നമ്മൾ പനയായിട്ട് പറയാറുണ്ട്. ഇപ്പൊ സാലം, അത് പനയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് സാലം ശരിക്കും പനയല്ല, അത് പയൻ വൃക്ഷമാണ്. ഒരു സുഗന്ധിയായിട്ടുള്ള പശയുള്ള ലാറ്റക്സ് ഉള്ള ഒരു വൃക്ഷമാണ് ഈ സാലം എന്ന് പറയുന്നത്. പക്ഷെ അത് പലപ്പോഴും നമ്മൾ അതിനെയും പനയായിട്ട് പറയാറുണ്ട്. ഏതാണെങ്കിലും അതുപോലുള്ള ഒരു വൃക്ഷം, വലിയ വൃക്ഷമാണ്. ആ വൃക്ഷത്തെ, എത്ര വൃക്ഷങ്ങളെയാണ്? താലാൻ സപ്ത സാലാൻ, സപ്ത താലാൻ ഏകേന മഹേഷുണ. ഒരൊറ്റ മഹത്തായ ഇഷു കൊണ്ട് 7 വൃക്ഷങ്ങളെ, താലവൃക്ഷങ്ങളെ ഭേദിച്ചു എന്നാണ്. തീർന്നില്ല. ആ സാലം അത് പിന്നെ എന്ത് ചെയ്തു? ഗിരിം രസാതലം ചെയ്വ ജനയൻ പ്രത്യയം തഥാ. പ്രത്യയ എന്ന് പറഞ്ഞാൽ വിശ്വാസം. വിശ്വാസം ജനയൻ. വീണ്ടും സുഗ്രീവന് വിശ്വാസം ജനിപ്പിച്ചുകൊണ്ട് ഗിരിം രസാതലം ചെയ്വ ബിഭേദം. വീണ്ടും അടുത്തുള്ള ഗിരിയെയും രസാതലത്തെയും ഭേദിച്ചു എന്നാണ്. രസാതലം എന്ന് പറയുന്നത് പാതാള ലോകങ്ങളിൽ ഒരെണ്ണമാണല്ലോ, അല്ലെ? രസാതലം, പാതാള ലോകങ്ങൾ, 7 പാതാള ലോകങ്ങൾ പറയുന്നത് ഏതൊക്കെയാണ്? അതലം, വിതലം, സുതലം, രസാതലം, തലാതലം, മഹാതലം, പാതാളം. അതല, വിതല, സുതല, രസാതല, തലാതല,
മഹാതല പാതാളങ്ങൾ, അതാണ് പാതാള ലോകങ്ങളിൽ നിന്ന് അതിലെ രസാതലത്തെയും ഭേദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തൊടുത്തുവിട്ട ശരം 7 സാലവൃക്ഷങ്ങളെ 7 താലവൃക്ഷങ്ങളെ ഭേദിച്ചു. അടുത്തുള്ള ഗിരിയുടെ നികടത്തെ അത് ഭേദിച്ചു. ഗിരിയുടെ പർവ്വതത്തിന്റെ എന്താണ് പാർശ്വഭാഗം അതിനെ ഭേദിച്ചു, അതിന്റെ സാതലത്തെയും ഭേദിച്ചു എന്നാണ്. അപ്പോ ഒരു ശസ്ത്രം പ്രയോഗിച്ചാൽ എന്താണ് അത്, ഇതിനെ നമ്മൾ ഈ ശസ്ത്രപ്രയോഗത്തെ നമ്മുടെ ജനിമൃതികളൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. അതായത് ഒരു ശസ്ത്രം തൊടുത്തു വിട്ടത് പോലെയാണെന്നാണ് പറയുന്നത്. ഏതാണ്? നമ്മുടെ ഈ ജന്മാന്തര ദുഷ്കൃതങ്ങൾ ഫലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളതിന് പറയുന്നൊരു വാക്കുണ്ട് പ്രാരബ്ധം എന്ന്. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാരംഭിച്ചത്, ആരംഭിച്ചത്, പ്രാരബ്ധം പ്രകർഷേണ ആരംഭിച്ചത് എന്നാണ് അർത്ഥം. അപ്പൊ ഈ പ്രാരബ്ധങ്ങള് തീർന്നിട്ടാണ്, അനുഭവിച്ചു കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ എന്തുണ്ടാകുന്നത്? ശരീരപാദം വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അനുഭവിക്കണം. അത് കുറച്ച് അനുഭവിക്കാതെ കുറച്ച് അനുഭവിച്ചിട്ട് വേഗം അവര് പോകും. പിന്നെ അപ്പൊ അത് അനുഭവിച്ച് കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ ശരീരപാദം വരുന്നില്ല എന്നാണ്. അഥവാ ജ്ഞാനമുണ്ടാവുക. ജ്ഞാനമുണ്ടായാൽ എന്താണ്? അതെല്ലാം കർമ്മങ്ങളെല്ലാം അതോടെ നശിപ്പിക്കും ജ്ഞാനം, അല്ലെ? ഭഗവത്ഗീത അത് പറയുന്നുണ്ട്. യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥ. എല്ലാ കർമ്മങ്ങളെയും ജ്ഞാനാഗ്നി നശിപ്പിച്ച് കളയും. പിന്നെ അത് അനുഭവിക്കേണ്ടി വരില്ല. എന്തുപോലെയാണ്? അഗ്നി വലിയ വിറകിന്റെ കൂമ്പാരത്തെയും അഗ്നി ഭസ്മസാത്കരിക്കും. പൂർണ്ണമായിട്ടും ഭസ്മമാക്കുന്നതിനെയാണ് ഭസ്മസാത്കരിക്കുക എന്ന് പറയാം. അല്ലാത്തതിനെ ഭസ്മീകരിക്കുക എന്നാണ് പറയുക. ഭസ്മീകരിക്കുക, ഭസ്മാക്കുക. അപ്പൊ ഭസ്മീകരിക്കുക എന്ന് പറയുന്നത് ഭസ്മസാത്കരിക്കുക എന്ന് പറയുന്നു വ്യത്യാസമുണ്ട്. അപ്പൊ ഭസ്മീകരിക്കുക, നമ്മൾ സാധാരണ ഇപ്പോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അന്ത്യേഷ്ടി ശവം ദഹിപ്പിക്കുമ്പോ അത് ഭസ്മസാത്കരിക്കാറില്ല, ഭസ്മീകരിക്കാറേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിന് കുറച്ച് അസ്ഥിഖണ്ഡങ്ങളൊക്കെ പെറുക്കി എടുക്കുന്നത് സഞ്ചയനത്തില്. അപ്പൊ അത് അഗ്നിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിത കൊടുത്തതിന് മുമ്പുള്ള ഒരു പ്രാർത്ഥനയില് അത് പറയുന്നുണ്ട്, ഇതിനെ പൂർണ്ണമായിട്ടും ഭസ്മമാക്കരുത്. എന്നാലോ ഇതിന്റെ മുടിയും പിന്നെ എന്താണ് മറ്റുമൊക്കെ ചെതറിക്കിടക്കാനും ഇടവരരുത്. ആ വിധത്തിൽ ദഹിപ്പിക്കണമെന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സഞ്ചയനം ചെയ്യാൻ എടുക്കാൻ മാത്രം പെറുക്കിയെടുക്കാൻ പാകത്തിനുള്ള കുറച്ച് അസ്ഥികളൊക്കെ അതിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് ഭസ്മസാത്കരിക്കപ്പെടുന്നില്ല, ഭസ്മീകരിക്കപ്പെടുന്നേ ഉള്ളൂ. എന്നാൽ ജ്ഞാനാഗ്നി എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? കർമ്മങ്ങളെ ഭസ്മസാത്കരിക്കും, ഒട്ടും അവശേഷിക്കാത്ത വിധത്തിൽ ഭസ്മമാക്കി കളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജ്ഞാനമുണ്ടായാൽ പിന്നെ എന്ത് വേണം? ഉടൻ തന്നെ ശരീരപാദം ഉണ്ടാകണം. ആള് അപ്പൊ മരിച്ചു പോകണം എന്നാണ്. പക്ഷേ അവിടെ പറയുന്നത് നല്ല ശക്തനായ ഒരു വില്ലാളി തൊടുത്തു വിട്ട ശരം അതിന്റെ ലക്ഷ്യം ഭേദിച്ചു കഴിഞ്ഞ് ഉടനെ അവിടെ വീഴുന്നില്ല. അത് പിന്നെയും കുറേ ദൂരം മുന്നോട്ട് പോകും. അതുപോലെയാണത്രേ ജ്ഞാനമുണ്ടായ ആളുകൾ. ജ്ഞാനം ഉണ്ടായാൽ എങ്ങനെയാണ്? ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മമായി തീരാണ്. ബ്രഹ്മവുമായി സായുജ്യം അടയും, കൈവല്യം പ്രാപിക്കും. അപ്പോ പക്ഷെ ഇതെങ്ങനെയാണ്? ഈ കർമ്മങ്ങൾ ഫലിക്കാൻ തുടങ്ങിയാൽ, പ്രാരബ്ധം കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ തുടങ്ങിയാൽ, ആ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം അത് തീരുന്നതിന് മുൻപ് ജ്ഞാനമുണ്ടായ ആൾക്ക് ബാക്കിയുള്ള കർമ്മങ്ങളുടെ ഫലമൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നാണ്. എന്നാലോ അപ്പൊ തന്നെ അയാൾ മരിച്ചു കൊള്ളണമെന്നുമില്ല. അതിന് ഉദാഹരണമായിട്ട് ഉപനിഷത്തുകൾ പറയുന്നതാണ് ഒരു വില്ലാളി തൊടുത്തുവിട്ട ശരം അതിന്റെ ലക്ഷ്യം ഭേദിച്ചാൽ ഉടൻ തന്നെ അത് വീണുകൊള്ളണമെന്നില്ല, അത് പിന്നെയും കുറെ ദൂരം പോകാം. അതുപോലെ ജ്ഞാനം സിദ്ധിച്ച ആൾ
പിന്നീട് കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ട എന്നിരുന്നാൽ പോലും ഉടൻ തന്നെ ശരീരപാദം വരാതെ ജീവൻ മുക്തനായിട്ട് ജീവിച്ചിരിക്കെ തന്നെ ജീവത് മുക്തഹ അല്ലെ, ജീവിച്ചിരിക്കെ തന്നെ മുക്തനായ ആളെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. അങ്ങനെ ജീവൻ മുക്തനായിട്ട് പിന്നെയും ജീവിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെയാണ് ഇവിടെ ഈ ശരത്തിന്റെ കാര്യം പറയുമ്പോൾ ഇത് നമുക്ക് മറ്റൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാനില്ല എന്ന് വിചാരിക്കരുത്. ഈ സാലങ്ങളെ ഭേദിക്കാനാണ് രാമൻ ശരത്തെ തൊടുത്തത്, ഈ താലവൃക്ഷങ്ങളെ. പക്ഷെ ആ താലവൃക്ഷങ്ങളെ ഭേദിച്ചതിന് ശേഷം അത് അടുത്തുള്ള ഗിരിയെയും ഭേദിച്ചുകൊണ്ട് രസാതലത്തെയും ഭേദിച്ചു എന്നാണ്. അപ്പൊ അത് അതുപോലെ ശക്തിയിൽ അത് പോയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. വിഭേദ ച പുനഃസ്ഥാലാൻ സപ്ത ഏകേന മഹേഷുണ. മഹേഷു ആണ് മഹത്തായ ഇഷു, മഹാ ഇഷു, മഹേഷു. ആ ഒറ്റ മഹാ ഇഷു കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. ഗിരിം രസാതലം ചെയ്വ ജനയൻ പ്രത്യയം തഥാ. അപ്പോൾ പ്രത്യയം ജനയൻ ജനിപ്പിച്ചുകൊണ്ട്, പ്രത്യേക വിശ്വാസ, അങ്ങനെ വിശ്വാസം സുഗ്രീവന് വിശ്വാസം ജനിപ്പിക്കുമാറ് ഇപ്രകാരമുള്ള പ്രവൃത്തികളെല്ലാം ആ ഒരൊറ്റ ശരം കൊണ്ട് രാമൻ ചെയ്തു എന്നുണ്ട്. തഥ പ്രീതമനാസ്തേന വിശ്വസ്ത സ മഹാകവിഹി കിഷ്കിന്ധാം രാമസഹിതോ ജഗാമച ഗുരും തഥാ ഗുഹം തഥാ. അപ്പോൾ ഉടനെ പിന്നെ എന്താണ് ചെയ്തത്? അതിനുശേഷം തഥ പ്രീതാഹ തേന, തഥ പ്രീതമനാഹ. പ്രീതമനാഹ, പ്രീതം മനഃ യസ്യ സഹ. പ്രീതമായ മനസ്സോട് കൂടിയവൻ പ്രീതമനസ്. അത് പ്രഥമയിൽ വരുമ്പോ പ്രീതമനാഹ, പ്രീതമനസൗ, പ്രീതമനസഹ എന്നാണ് രൂപം വരിക. അപ്പോൾ അതിനുശേഷം അതിനെ തുടർന്ന് പ്രീതമനാഹ, പ്രീതമനസ്സായവൻ, പ്രീതമായ, പ്രീതം പ്രീതി പൂണ്ട മനസ്സോട് കൂടിയവനായ ആരാണ്? സുഗ്രീവൻ. പ്രീതമനാഹ തേന, അവനാൽ വിശ്വസ്തനായിട്ട്. വിശ്വസ്ത, വിശ്വസ്ത എന്ന് പറഞ്ഞാൽ വിശ്വസിക്കപ്പെട്ടവൻ, വിശ്വാസം ഉളവാക്കപ്പെട്ടവൻ. രാമന്റെ ഈ പ്രവൃത്തി കൊണ്ട് സുഗ്രീവന് വിശ്വാസം ഉണ്ടായി. അങ്ങനെ വിശ്വാസത്തോട് കൂടിയവനായ സുഗ്രീവൻ, വിശ്വസ്ത സഹ മഹാകവിഹി. ആ മഹാകവി, മഹാനായ കവി, മഹാകവി അല്ലെ, മഹത്കവി അല്ല. ഈ വാക്ക് ഉപയോഗിക്കാൻ നമ്മളെപ്പോഴും തെറ്റിക്കാറുള്ള ഒരു പദമാണ് ഈ എന്താണ് മഹാവചനം, മഹദ്വചനം. നമ്മൾ തെറ്റിക്കാറുണ്ട്. നമ്മളെപ്പോഴും മഹദ്വചനം എന്നാണ് പറയാറ്. മഹത്തായ വചനമാണെങ്കിൽ എന്താണ് പറയേണ്ടത്? മഹാവചനം എന്നാണ് പറയേണ്ടത്. മഹദ്വചനം എന്ന് പറഞ്ഞാൽ മഹത്തായ വചനം എന്ന അർത്ഥമില്ല. മഹാന്റെ വചനമാണെങ്കിലും എന്ത് പറയാ? മഹദ്വചനം എന്ന് പറയാം. ആ വചനം തന്നെ മഹത്താണെങ്കിൽ മഹാവചനം എന്ന് പറയും. കാരണം മഹാന്മാര് പറഞ്ഞ വാക്ക് മഹദ്വചനമാണ്. മഹത്തിന്റെ വചനം മഹദ്വചനം. വചനം മഹത്താണെങ്കിൽ, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വചനമാണെങ്കിൽ അതിനെ മഹാവചനം എന്ന് പറയണം. അതുപോലെ ഇവിടെ ഈ കവി, ആ കവി എങ്ങനെയുള്ള പറയുന്നത്? മഹാൻ ആയ കവി, മഹാകവി. അത് ഓർക്കേണ്ട ഒരു പദമാണ്. ഈ മഹത്ത് എന്നുള്ളതും മഹാ എന്നുള്ളതും നമ്മൾ തെറ്റിച്ച് പ്രയോഗിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞത്. അപ്പൊ ആ മഹാകവി എന്ത് ചെയ്തു? കിഷ്കിന്ധാം രാമസഹിതോ ജഗാമച ഗുഹാം തഥാ. അപ്പോൾ കിഷ്കിന്ധാം രാമസഹിത കിഷ്കിന്ധാം ജഗാമ. സഹ മഹാകവി, ആ മഹാകവി രാമസഹിത സൻ, രാമസഹിതനായിട്ട്, രാമനോട് സഹിതനായിട്ട് അല്ലെ, സഹിതനായിട്ട് കൂടിയവനായിട്ട് കിഷ്കിന്ധാം ജഗാമ, കിഷ്കിന്ധയിലേക്ക് പോയി. ആ കിഷ്കിന്ധയിൽ എന്താണ്? ഗുഹാം തഥാ. കിഷ്കിന്ധയിൽ ഈ ബാലി വസിക്കുന്നതായ ഗുഹ, ആ ഗുഹയിലേക്ക് പോയി എന്നാണ്. കിഷ്കിന്ധയിൽ, കിഷ്കിന്ധാധിപതി വാനര രാജ്യമാണ്, വാനരന്മാരുടെ രാജ്യമാണ്. അപ്പൊ അവിടെ എന്താണ്? നല്ല വിശാലമായിട്ടുള്ള ഗുഹയൊക്കെയാണ് അവിടെ താമസിക്കാനായിട്ട് ഉള്ളത്. അങ്ങനെയുള്ള ആ ഗുഹയെ ലക്ഷ്യമാക്കി ശ്രീരാമചന്ദ്രനുമായിട്ട് സുഗ്രീവൻ പോയി എന്നാണ്. തഥാ പ്രീതമനാസ്തേന വിശ്വസ്ത സമഹാകവിഹി കിഷ്കിന്ധാം രാമസഹിതോ ജഗാമച ഗുഹാം തഥാ.
എന്നിട്ട് എന്താണ് ചെയ്ത്? തതോ അഗർജദ്ധരിവരഹ സുഗ്രീവോ ഹേമപിംഗളഃ തേന നാദേന മഹതാ നിർജഗാമ ഹരീശ്വരഃ തതഃ അഗർജദ്ധരിവരഹ. അഗർജദ്ധരിവരഹ ശ്രദ്ധിച്ചത് ചെയ്യുമ്പോ അഗർജത് ഹരിവരഹ. ഹരിവരൻ അഗർജത്. അഗർജത് ഗർജിച്ചു. അഗർജത് അഗർജത അഗജൻ ലംഘന രൂപമാണ്. അതിനുശേഷം ആ ഹരിവരൻ ഗർജിച്ചു. കിഷ്കിന്ധയില് ബാലിയുടെ സങ്കേതമായ ഗുഹയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആ ഹരിവരൻ ഗർജിച്ചു. ഹരി ശബ്ദത്തിന് പല അർത്ഥമുള്ള പദമാണ്. 13 അർത്ഥമാണ്, 14 അർത്ഥമാണ് ഈ ഹരി ശബ്ദത്തിന്റെ അമരകോശത്തിൽ പറഞ്ഞിട്ടുള്ളത്. യമ-അനിലേന്ദ്ര ചന്ദ്രാർക്ക വിഷ്ണു സിംഹാംശു വാജിഷു ചുകാഹി കപിഭേഗേഷു ഹരിർനാ കപിലേ തൃഷു എന്നാണ് അതിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഹരി ശബ്ദത്തിന് ആരൊക്കെയാ ഹരി? യമഹ, യമൻ അറിയാലോ, യമധർമ്മൻ. യമ അനിലൻ, അനിലൻ വായു. യമ അനില ഇന്ദ്രഹ, ഇന്ദ്രൻ. ചന്ദ്രൻ അർക്കൻ, അർക്കഹ സൂര്യ. യമ അനിലേന്ദ്ര ചന്ദ്രാർക്ക വിഷ്ണു, വിഷ്ണു ഭഗവാൻ നാരായണ. നമ്മൾ എപ്പോഴും ഹരി ആ പദം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറ്. വിഷ്ണു. സിംഹ, സിംഹ കേസരി അല്ലെ, സിംഹ മൃഗരാജൻ. വിഷ്ണു സിംഹ അംശു, അംശു ദീദിതി രശ്മി, രശ്മി എന്നർത്ഥം. ദീദിതി കിരണം, രശ്മി എന്നർത്ഥം. അംശു വാജി, വാജി അശ്വഹ കുതിര. അംശു വാജിലു. ചുഗഹ, ചുഗഹ കീരഹ, കീരം തത്ത. അഹി, അഹി സർപ്പഹ പാമ്പ്. കപിഹി വാനരഹ കുരങ്ങൻ. ഭേഗഹ മണ്ടൂകഹ തവള. ശുഗാഹി കപിഭേഗേഷു ഈ അർത്ഥങ്ങളിലൊക്കെ ഈ ശബ്ദം പ്രയോഗിക്കും. പിന്നെ ഹരിർ നാ ഇതൊക്കെ പുല്ലിംഗത്തിലാണ് ഈ അർത്ഥങ്ങളിലൊക്കെ പ്രയോഗിക്കുക. കപിലേ തൃഷു കപിലം, കപിലവർണ്ണം എന്ന അർത്ഥത്തിൽ 3 ലിംഗങ്ങളിലും പ്രയോഗിക്കും. എത്രയായത്? 13 ഇത്രയും ശബ്ദത്തിനുണ്ട്. ഹരിയുടെ 14 അർത്ഥങ്ങൾ ഒന്നുകൂടെ പറയുമോ? 13. യമാനിലേന്ദ്ര. ഒരു കാര്യം ചെയ്യാം, ഞാനിത് ഈ ഗ്രൂപ്പില് അത് അമരോശത്തിലെ ആ വാക്യം കിട്ടണം. അതുപോലെ അമരോശത്തിലെ 2 പങ്ക്തികൾ ഒന്നുകൂടെ പറയാം. യമാനിലേന്ദ്ര ചന്ദ്രാർക്ക വിഷ്ണു സിംഹാംശു വാജിഷു ചുകാഹി കപിഭേഗേഷു ഹരിർന കപിലേ തൃഷു എന്നാണ്. അപ്പൊ ഞാനത് ഇത് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിലിടാട്ട സൗകര്യം പറയാം. ചിലപ്പോ ഞാൻ മറക്കും. അപ്പോ തതോഗർജദ്ഹരിവരഹ സുഗ്രീവോ ഹേമപിംഗളഃ. ഹേമപിംഗളനായ സുഗ്രീവൻ ഗർജിച്ചു എന്നാണ്. ഹേമപിംഗള ഹേമവർണ്ണമുള്ള പിംഗളൻ. പിംഗളൻ എന്നുള്ള പദത്തിന് കപി എന്നുകൂടെ അർത്ഥമുണ്ട്. അപ്പൊ ഹേമവർണ്ണമുള്ള ആ കപി എന്നിട്ട് ഗർജിച്ചു. തേന നാദേന മഹതാ നിർജഗാമ ഹരീശ്വരഃ. തേന മഹതാ നാദേന. ആ മഹത്തായ നാദം വലിയ ശബ്ദമാണ്. കാരണം ഇതെന്താണ്? ശത്രുവിനെ വെല്ലുവിളിച്ചു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സിംഹനാദം വിനദ്യ. ആര്? ഈ പിതാമഹൻ, ഭീഷ്മ പിതാമഹൻ മഹാഭാരത യുദ്ധത്തില് സിംഹനാദത്തെ എന്താണ് ഗർജിച്ചു എന്ന് ഭഗവത്ഗീതയെ പറയുന്നത്. അത് ശത്രുപക്ഷത്തെ എന്ത് ചെയ്യുന്നതാണ്? വെല്ലുവിളിക്കുന്നതാണ്. അതിഭയാനകമായിട്ടുള്ള ശബ്ദമാണ് ഇത്. ആ ശബ്ദം കൊണ്ട് മഹതാ നിർജഗാമ ഹരീശ്വരഃ. ഹരീശ്വരൻ നിർഗമിച്ചു. ഹരീശ്വരഃ ആരാണ്? കപീശ്വരഃ. ഹരി കപി എന്ന അർത്ഥം നമ്മൾ പറഞ്ഞില്ലേ. ഹരീശ്വരൻ അതായത് കപികളുടെ കിഷ്കിന്ധാധിപനായിട്ടുള്ള വാനരരാജ്യ അധിപനായ വാനരശ്രേഷ്ഠൻ ആരാണ്? ആ ബാലി. ബാലി നിർജഗാമ, നിർജഗാമ നിർഗമിച്ചു. തതോ അഗർജദ്ധരിവരഃ സുഗ്രീവോ ഹേമപിംഗളഃ തേന നാദേന മഹതാ നിർജഗാമ ഹരീശ്വരഃ അനുമാന്യ തദാ താരാം സുഗ്രീവേണ സമാഗതഃ നിജഘാന ച തത്രൈനം ശരേണൈകേന രാഘവഃ. അനുമാന്യ തദാ താരാം. തദാ താരാം
അനുമാന്യ, അതിന് അപ്പോൾ തത് അപ്പോൾ താരാം അനുമാന്യ, താരയെ താരയെ കൊണ്ട് അനുമതി ചെയ്യിച്ചിട്ട്, വാസ്തവത്തിൽ താര അനുമതി കൊടുത്തിട്ടില്ല അല്ലേ, പക്ഷെ ഒരു നിർബന്ധമായിട്ട് താരയെ കൊണ്ട് അനുമതി കൊടുത്തിട്ടില്ല. എന്നാലും താര ആദ്യത്തെ പ്രാവശ്യം താര എന്ത് ചെയ്തിട്ടുള്ളൂ, ഒരു പരിധി വരെ അനുമതി കൊടുത്തിട്ടുള്ളൂ. താരയ്ക്ക് അതിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ല. സുഗ്രീവൻ വന്ന് വെല്ലുവിളിച്ചപ്പോ വാർക്രൈ എന്നാണ് പറയാ. അത് നടത്തിയപ്പോ എന്ത് ചെയ്തില്ല, ഭാര്യ പോകുന്നതിന് വലിയ തടസ്സം പറഞ്ഞിട്ടില്ല. പക്ഷെ താരയുടെ എപ്പോഴും നയം എന്താണ്, താര വലിയ തന്ത്രജ്ഞയാണ്. താരയുടെ ഡിപ്ലോമസി, ഗ്രേറ്റ് ഡിപ്ലോമാറ്റ് ആണ് താര. അത് ബാലി മരിക്കുന്നതിന് മുമ്പ് അത് പറയുന്നുണ്ട്. താരാവചനം എന്താണ്, അന്യധാരണ ഭവിഷ്യത്തി, താരെ പറഞ്ഞ വാക്ക് മറ്റു വിധത്തിലാകില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. ഒരു ഭാര്യയെ സംബന്ധിച്ച് ഒരു ഭർത്താവ് നൽകുന്ന ഏറ്റവും വലിയ സാക്ഷ്യപത്രം താരയ്ക്ക് കിട്ടിയിട്ടില്ല. അത്രയും വലിയൊരു സാക്ഷ്യപത്രം വേറെ ആരെങ്കിലും ഏതെങ്കിലും ഭർത്താവ് കൊടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര മതിപ്പോട് കൂടിയിട്ടാണ് അവിടെ ഭാര്യ പറഞ്ഞു. നമ്മളതിലേക്കൊക്കെ കാണാൻ പോകുന്നവരാണല്ലോ നമ്മൾ, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇപ്പൊ പറയാതിരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഒരിക്കൽ ഭാര്യയുടെ പ്രഹാരം സഹിക്ക വയ്യാതെ സുഗ്രീവൻ തിരിച്ചു ഓടി. രണ്ടാമതും വന്നിട്ടാണ് എന്ത് ചെയ്തത്, വീണ്ടും വെല്ലുവിളിച്ചു. പക്ഷെ അവിടെ പോകരുത് എന്ന് താര വളരെ ശക്തമായിട്ട് പറഞ്ഞു. കാരണം തോറ്റോടിയവൻ തിരിച്ചു വന്ന് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, ഒരു സിംഹനാദം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അത് വലിയ ശക്തി ഉണ്ടായിട്ടാണ്, പിന്തുണ കിട്ടിയിട്ടാണ് എന്ന് പറയുന്ന താരയെ നമുക്കവിടെ കാണാൻ കഴിയും. എന്താണെങ്കിലും അത് ഏതാണ്, അനുമാന്യ തഥാ താരാം, താരയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വാൽമീകി പറയുന്നത്. സുഗ്രീവേണ സമാഗത, എന്നിട്ട് എന്ത് ചെയ്തു, സുഗ്രീവേണ സമാഗത, സുഗ്രീവനോട് സമാഗമിച്ചു എന്ന് പറഞ്ഞാൽ അഭിമുഖമായി ആഗമിച്ചു എന്നതാണ്. സുഗ്രീവനെ നേരിട്ടു. നിജഗാന ചതത്രൈനം ശരേണൈകേന രാഘവ തത്ര ഏനം അവിടെ അവനെ നിജഗാന ഹനിച്ചു. ആര്? രാഘവ, രഘുവംശജനായ ശ്രീരാമചന്ദ്രൻ. ശരേണൈകേന രാഘവ, ഒരു ശരം കൊണ്ട് രാഘവൻ അവിടെ ബാലിയെ നിഗ്രഹിച്ചു എന്ന് അർത്ഥം. അനുമാന്യ തഥാ താരാം സുഗ്രീവേണ സമാഗത നിജഘാന ച തത്രൈനം ശരേണൈകേന രാഘവ, ഒരു ശരം കൊണ്ട് രാഘവൻ അതിനെ നിഗ്രഹിച്ചു, ആ ബാലിയെ നിഗ്രഹിച്ചു. ആ നിഗ്രഹപ്രകാരം